കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, കല്യാണിക്ക് വമ്പനൊരു സ്വീകരണം കൊടുക്കാൻ തന്നെ കാർത്തിക ലക്ഷ്മിയും ചേർന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് ഫുൾ സപ്പോർട്ടുമായിട്ട് വക്കീലും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ അവർ മൂന്നുപേരും ചേർന്നിട്ട് ഒരു ഗംഭീര സ്വീകരണം തന്നെ കല്യാണിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അപ്പം മഹിളാ സമാജത്തിന്റെ പേരിലാന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സ്വീകരണം ഒരുക്കുന്നത്. ഒരു കാരണവശാലും കാർത്തികാന്നുള്ള കാര്യം കല്യാണി അറിയരുത്, അത് കാർത്തിക് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇതൊന്നും അറിയില്ലാതെ കല്യാണി ഭയങ്കര ടെൻഷനില്ല. എന്താണെന്നറിയത്തില്ല. കിരണേട്ടനെ വിളിച്ചിട്ട് കിരണേട്ടൻ ഇതുവരെയായിട്ട് ഫോണും കൂടെ എടുത്തിട്ടില്ല. എന്തായിരിക്കും പോലും ആദ്യമായിട്ടാണ് താൻ വിളിച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്നത്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ കിരണിന്റെ മീറ്റിംഗ് ഒക്കെ കഴിയണം. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിരൺ ക്രിസ്റ്റീനയോട് പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ ക്രിസ്റ്റീനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ദേ വന്നപ്പോ തന്നെ എന്താണെങ്കിലും എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് നിനക്ക് പറ്റിയെന്ന് പറയാം. ഇത്രമാത്രം കഴിവ് നിനക്കുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു. ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം, നീ മിടിക്കാന്ന് പറയാണ്, ആൾ സ്മാർട്ടാന്ന് പറയാം. ഇത് കേട്ടൻ ക്രിസ്റ്റീന പറഞ്ഞു, അതെ ഒരു കാര്യമാണ് സാറേ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കമ്പനികളും ജോലി ചെയ്ത എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ശരി, നന്നായിട്ട് ജോലി എടുക്കുകയാണെങ്കിൽ അറിയാലോ, ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭത്തിന്റെ 1% ഇവിടുത്തെ സ്റ്റാഫിന് ഞങ്ങൾ കൊടുക്കാറുണ്ടെന്ന് പറയണം. ഇത് കേട്ടൻ ക്രിസ്റ്റീന പറഞ്ഞു, ഞാൻ എവിടെ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നല്ല, എവിടെ ജോലി എടുത്താലും ഞാൻ വേറൊന്നും നോക്കുന്നില്ല. കാരണം ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എത്ര ത്യാഗം ചെയ്തും ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ ശ്രമിക്കാറുള്ളൂ. ഇവിടെ അതുപോലെ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാണ്. ഈ സമയം കിരൺ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ സമയത്ത് ക്രിസ്റ്റീന ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോനും. കാരണം 3-4 പ്രോജക്റ്റ് ആ LK കമ്പനി കൊണ്ടുപോയല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. ആ സങ്കടക്കടലിൽ നിന്ന് ക്രിസ്റ്റീനയാണ് തക്ക സമയത്ത് തന്നെ രക്ഷിച്ചതെന്ന് പറയാം. ഇത് കേട്ടൻ ക്രിസ്റ്റീന പറഞ്ഞു, നന്ദിയൊന്നും പറയണ്ട സാർ, കാരണം ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്രേ ഉള്ളെന്ന് പറയാണ്. പിന്നീട് ക്രിസ്റ്റീന അങ്ങോട്ട് പോവാ. ഈ സമയം അവൻ ഫോൺ എടുത്ത് നോക്കി കിരണ, ഫോൺ എടുത്ത് നോക്കി ഫോൺ ഓഫായിട്ടിരിക്കും. ദൈവമേ, ഇതെന്താ പറ്റി ഓഫായിപ്പോയി, താൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുവാണ്. പിന്നീട് ഫോൺ നോക്കി കഴിയുമ്പോൾ കല്യാണി വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇവള് വിളിച്ചിട്ട് താൻ അറിഞ്ഞില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഒരു പക്ഷെ അവൾക്ക് വിഷമായി കാണുമോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ കിരണിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് കിരൺ തിരിച്ച് കല്യാണിയെ വിളിക്കുവാണ്. കല്യാണി എന്താ കിരണേട്ടാ, ഫോൺ എന്താ കട്ട് ചെയ്തേന്ന് ചോദിക്കുവാണ്. കട്ട് ചെയ്തോ? ഇല്ല, ഫോൺ ഇവിടെ സ്വിച്ച് ഓഫ് ആയിരിക്കുവായിരുന്നു പറയാണ്. സ്വിച്ച് ഓഫോ? ഞാന് ഒന്നും ചെയ്തിട്ടില്ല, അതെങ്ങനെ സ്വിച്ച് ഓഫ് ആയെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. ഞാൻ മീറ്റിങ്ങിലായിരുന്നു പറയാം. ഒന്ന് ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. പിന്നെ കല്യാണിയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. ക്രിസ്റ്റീനെ മിടിക്കുക കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇപ്പൊ തന്നെയാണെങ്കിലും നമ്മുടെ കമ്പനിയുടെ 3-4 പ്രോജക്റ്റുകൾ ആ വിക്രം തട്ടിയെടുത്തോണ്ട് പോയി. പക്ഷേങ്കിൽ ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ക്രിസ്റ്റീന വന്നുകൊണ്ട് ഒരു 2-3 പ്രോജക്റ്റ്, നല്ല പ്രോജക്റ്റുകൾ നമുക്ക് കിട്ടിയെന്ന് പറയണം. അങ്ങനെ ക്രിസ്റ്റീനെ കുറിച്ച് വാദോരാതെ കിരണം പറയണം. ഇത് കേട്ടപ്പോ കല്യാണി ചോദിച്ചു, എന്താ ക്രിസ്റ്റീന വന്നപ്പോ ക്രിസ്റ്റീനെ കുറിച്ച് മാത്രമേ പറയാനുള്ളല്ലോ എന്ന് പറയണേ. അങ്ങനെയൊന്നുമല്ല, നമ്മൾ നല്ലത് കണ്ട നല്ലത് പറയണ്ടേ കല്യാണി. അതെ, അസൂയയുടെ കുശുമ്പിന്റെ കാര്യമൊന്നുമില്ല, എന്റെ മനസ്സിൽ എന്നും നീ മാത്രമേ ഉള്ളൂ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നാ മതി. അതെ, ഈ മനസ്സിലേക്ക് വേറെ ആരും കയറാനും പോകുന്നില്ലെന്ന് പറയാം. കല്യാണി പറഞ്ഞു, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞില്ലേ കിരണേട്ടാ, എനിക്കറിയാലോ എന്റെ കിരണേട്ടന്റെ മനസ്സ്. അതെ, സങ്കടപ്പെടാൻ പറഞ്ഞല്ലെന്ന് പറയാം. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു, ഇനി ഇങ്ങനത്തെ വർത്താനമൊന്നും വേണ്ടാന്ന് പറയാം. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം. ഈ സമയം പ്രകാശൻ നേരെ കാർത്തിയുടെ അരിയിലേക്ക് വരുവാണ്. അപ്പൊ കാർത്തിയോട് ചോദിച്ചു, അല്ല അമ്മ വന്ന മോളേന്ന് ചോദിക്കാം, US നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല അച്ഛാ, 2 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറയണം. എന്ന മോള് പറഞ്ഞു എനിക്ക് അമ്മേനെ കാണാൻ നല്ല കൊതിയാവുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, ഇത്രയും നാളായില്ലേ ഇതിനായിട്ടൊരു ഒരു ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല. ഫോണിനകത്തേക്ക് ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ട് അതുപോലും ചെയ്തിട്ടില്ല. മോളാണെങ്കിലോ നേരിട്ട് കണ്ടാൽ മതി എന്നുള്ള ഒറ്റ നിർബന്ധത്തിലാന്ന് പറയാം. ഇത് കേട്ടപ്പം കാർത്തി പറഞ്ഞു, അതല്ലേ അതിന്റെ ഒരു ത്രില്ല്, ഫോട്ടോയൊക്കെ നേരിട്ട് കണ്ടിട്ട് എങ്ങനെയാ ശരിയാന്ന്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കൊരു ചമ്മല, ഫോട്ടോ അച്ഛനെ തന്നു കഴിയുമ്പോൾ ഒരു പക്ഷേങ്കിൽ അച്ഛനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അപ്പൊ അമ്മയ്ക്ക് അത് വിഷമാവില്ലേ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, മോള് സുന്ദരിയല്ലേ, അപ്പൊ മോളുടെ അമ്മ എന്താണെങ്കിലും സുന്ദരിയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടൻ കാർത്തി പറഞ്ഞു, അത് ശരിയാ, എന്റെ അമ്മ സുന്ദരി തന്നെയാ, പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെടുമെന്ന് അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയാം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട. ഇനിയിപ്പൊ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും മോളുടെ അമ്മനെ വിവാഹം കഴിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പേടി മോളുടെ അമ്മയ്ക്ക് വേണ്ടെന്ന് പറയാം. അതെനിക്ക് അറിയാൻ പാടില്ല അച്ഛാ, ഉറപ്പായിട്ടും എന്റെ അമ്മേനെ വിവാഹം കഴിക്കുന്ന. പക്ഷെ കാര്യമുണ്ട്, അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം, അറിയാലോ. അവിടെ ചെന്ന്
ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. ഡിവോഴ്സ് പേപ്പർ ശരിയാക്കിയാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു തടസ്സങ്ങളും ഉണ്ടാതിരിക്കത്തുള്ളൂ. നാളെ എന്റെ ഭർത്താവെന്നും പറഞ്ഞുകൊണ്ട് ആ കല്യാണിയുടെ അമ്മ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അതൊക്കെ ഓർത്ത് മോള് വിഷമിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. ഈ സമയം ക്രിസ്റ്റീന എന്ത് ചെയ്യാണ്, രാഹുലിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ രാഹുൽ ചോദിച്ചു, എങ്ങനെയായി കാര്യങ്ങളൊക്കെ? ഞാൻ നിന്നെ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചു. അതെ, വല്ല ബോധമുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ക്രിസ്റ്റീന പറഞ്ഞു, സാർ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ക്രിസ്റ്റീന ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, 2-3 മാസം കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ കല്യാണിയും കിരണും വേർപ്പെട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടേന്ന് പറയണം. ഇത് കേട്ടെന്ന് വെച്ചാൽ വല്ല അതിന്റെ കാര്യങ്ങൾ വല്ലതും തുടങ്ങിയോ, വല്ല കാര്യങ്ങളും ആരംഭിച്ചോന്ന് ചോദിക്കും. അതൊക്കെ എപ്പോഴേ ക്രിസ്റ്റീന തുടങ്ങി. അതെ, ഇപ്പൊ കിരൺ സാറിന്റെ മനസ്സിന്റെ ഒരു കോളിൽ ഞാൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എത്ര പെട്ടെന്നോ? ഈ ക്രിസ്റ്റീന ആരെന്നാ പിന്നെ വിചാരിച്ചേ? ക്രിസ്റ്റീന ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ, ആ കാര്യം വിജയിച്ചോ പിൻവാങ്ങോളെന്ന് പറയാം. അതിന് എത്ര വലിയ നമ്പർ ഉണ്ടെങ്കിലും അതിന് ഞാൻ സന്നദ്ധയായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറായെന്ന് പറയണം. ഇപ്പൊ തന്നെ വലിയൊരു വിപത്തിൽ നിന്നാണ് കിരൺ സാറിനെ രക്ഷിച്ചെന്ന് പറയാ. എന്താ വിപത്ത്? അതൊക്കെയുണ്ട്, അതൊന്നും സാറ് അറിയേണ്ട കാര്യമല്ലോ. സാറിനോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ രണ്ടുപേരും വേർപ്പെടുത്തുന്നത്. സാറ് അതറിഞ്ഞാ പോരെ. അപ്പൊ ഏത് മാർഗമാ എന്താ ഉപയോഗിച്ചെന്നൊന്നും അതൊന്നും സാറിന് അറിയേണ്ട കാര്യമില്ലോ എന്ന് പറയാം. ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു, അത് ശരിയാ. പിന്നെ മറ്റൊരു കാര്യം, ഇതേ അഡ്വാൻസ് പേയ്മെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി തുകയും കൂടെ എത്രയും പെട്ടെന്ന് തരണമെന്ന് പറയാം. ബാക്കി തുക തരും, പക്ഷെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ ശേഷം മാത്രം. അതിനു മുമ്പ് പേയ്മെന്റ് ചെയ്ത് തരത്തില്ലെന്ന് പറയാം. അത് വേണ്ട സാർ, കാരണം ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം എനിക്ക് തന്നാൽ മതി, അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാനും ആവശ്യപ്പെടാൻ പോകുന്നില്ലെന്ന് പറയാം. രാഹുൽ പറഞ്ഞു, ആ കല്യാണിയും കിരണയും ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ദേ അവര് നന്നായിട്ട് വഴുതി മാറും, ഒരു കാരണവശാലും അവരെ വിടലെന്ന് പറയാം. അതൊക്കെ സാറ് കണ്ടോ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ, ധൈര്യമായിട്ട് ഇരുന്നോളം പറയാണ്. പിന്നീട് ക്രിസ്റ്റീന അങ്ങോട്ട് പോവാ. ഈ സമയം രാഹുലിന്റെ മനസ്സിൽ പറഞ്ഞു, എന്തൊക്കെ ആകുമോ എന്തോ. കാരണം ഇവളിനിയിപ്പോ കാര്യം സാധിച്ചെടുക്കോ, അതോ മുമ്പത്തെ പോലെയൊക്കെ താൻ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അന്നൊക്കെ സംഭവിച്ച പോലെ ഈ ശ്രമം പാളുവോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഈ സമയം രാഹുലിന്റെ മനസ്സിലിരുന്ന് മനസാക്ഷി എന്നെ പറഞ്ഞേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല. ഈ തവണ ഉറപ്പായിട്ടും ക്രിസ്റ്റീന അവരെ രണ്ടുപേരും കൂടെ പൂട്ടും, രണ്ടുപേരും വേർപിരിയും. അങ്ങനെ തന്റെ മകളും കിരണും തമ്മിലുള്ള കല്യാണം കഴിയും. എന്നിട്ട് വേണം ആ മനോഹറിനെ അവനെ എത്രയും പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ തന്നെ ഒഴിവാക്കാനായിട്ട്. അല്ലെങ്കിൽ സരുവിന്റെ കല്യാണം കഴിഞ്ഞതോട് കൂടി തുടങ്ങിയതാ തന്റെ നാശം. ഇന്ന് വരെ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടായിട്ടില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകുള്ളൂ എന്നൊക്കെ ഓർത്തിട്ടാണ് രാഹുൽ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് ആകെപ്പാടെ ചൂട് പിടിച്ച അവസ്ഥയിലാണ് ശാരി ഇരിക്കുന്നത്. ശാരിക്കാണെങ്കിൽ ഓരോ നിമിഷം ഇരിക്കും തോറും വല്ലാത്തൊരു ടെൻഷനാ തലയ്ക്കുള്ളിലേക്ക്. കണ്ണം നടച്ചു കഴിയുമ്പോഴത്തേനും താര ചെന്ന് തലയിടിച്ച് വീഴുന്ന ആ രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നത്. ആ സമയത്താണ് അങ്ങോട്ട് മനോഹർ വരുന്നത്. മനോഹർ വന്നിട്ട് ചോദിച്ചു, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല മോനെ, മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ, അതുകൊണ്ടാന്ന് പറയാം. ദേ അമ്മേ, ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സരയൊക്കെ എന്ത് വിചാരിക്കും? എനിക്കറിയാം മോനെ, പക്ഷെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ തന്നെ ആണെങ്കിലും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാ. എനിക്കറിയാം അമ്മയുടെ ബുദ്ധിമുട്ട് എന്താന്ന്. അമ്മ അതൊന്നും ഓർത്ത് സങ്കടപ്പെടാൻ പോകണ്ട കേട്ടോ. അതെ, കാര്യങ്ങളൊക്കെ എല്ലാം കരക്കടുപ്പിച്ചില്ലേ, ഇനിയിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ? ആ താരക്ക് ഇനിയിപ്പോ ഒന്നും സംഭവിക്കുന്നൊരു പേടിയും വേണ്ട, അവർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ അവരുടെ ഓർമ്മശക്തി അത് തിരിച്ചു കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞേ, അത് തിരിച്ചു കിട്ടാത്തിടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. മനോഹറിന് സന്തോഷമായിരുന്നു. കാരണം എന്താ, ഇനിയിപ്പം ഷാരിനെ പിടിച്ചാൽ പോലും തന്റെ പേര് പുറത്തു വരാനായിട്ട് പോകുന്നില്ല. താനില്ലായിരുന്നു അങ്ങനെ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത്. പിന്നെ അവരാ റോഡിൽ കൊണ്ട് ഇട്ടാ താനാന്നുള്ള കാര്യം വേറെ ആർക്കും അറിയത്തുമില്ല. പിന്നെ ഇപ്പൊ താനെന്തിനെ പേടിക്കണേ? എന്ത് കുറ്റം വന്നാലും അത് ശാരിയുടെ ചുമലിലിരുന്നോളും. അതുകൊണ്ട് താൻ സേഫ് ആയെന്നുള്ള കാര്യം നന്നായിട്ട് മനോഹറിനറിയാം. അതാണ് മനോഹർ അവിടെ കിടന്ന് ചെന്നിട്ട് ശാരിക്ക് ധൈര്യം കൊടുത്തോണ്ടിരിക്കണേ. പിന്നീട് കാണിക്കുന്നത് പ്രകാശം വീട്ടിലേക്ക് വരുവാണ്. പ്രകാശം വീട്ടിലേക്ക് വന്നപ്പം വിക്രം ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ വീട്ടിൽ വന്നിട്ട് അവനിപ്പോ ഓരോ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. കമ്പനി എത്രയും പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് വരണമല്ലോ. ഈ സമയത്താണ് പ്രകാശം മുറിയിലേക്ക് കയറി വരുന്നത്. കിരണിട്ട് വിക്രത്തിനോട് ചോദിച്ചു, നീ തിരക്കാണോ മോനെ നിൽക്കുക? എന്താ വെച്ചാ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാ. എന്ത് കാര്യം? അത് പിന്നെ മോനെ, നിന്റെ അമ്മയുമായിട്ട് ഡിവോഴ്സ് നടത്തുന്ന കാര്യത്തെക്കുറിച്ച്. അമ്മയുമായിട്ട് ഡിവോഴ്സാ? എന്താ അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നല് തോന്നാനായിട്ട്? അത് മോനെ, ഇത്രയും കാലമല്ലേ, ഇനി ഇപ്പൊ ഇങ്ങനെ വെച്ചോണ്ടിട്ട് കാര്യമില്ല. നിന്റെ അമ്മയുമായിട്ട് ഡിവോഴ്സ് അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാ. എന്തിനാ അച്ഛൻ ഇപ്പൊ ഡിവോഴ്സ് നടത്തുന്നേ? അത് മോനെ, എനിക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ
ഇനിയിപ്പം നിന്റെ അമ്മ ഒരു ബാധ്യതയാവില്ലെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം ചോദിച്ചു, കല്യാണം കഴിക്കാനോ? അച്ഛനിത് എന്ത് വർത്താനാ പറയണേന്ന് ചോദിക്കാം. അതെന്താടാ, എനിക്ക് കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? അച്ഛന് വല്ല ബോധമുണ്ടോ? ദേ, അച്ഛനൊരു അപ്പൂപ്പനായി, അപ്പോഴാണ് അച്ഛൻ കല്യാണം കഴിക്കാൻ പോണെന്ന് ചോദിക്കാം. ദേ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്നെ കണ്ട അധികം പ്രായമൊന്നും പറയത്തില്ല. കൂടിപ്പോയി നിന്റെ ചേട്ടൻ അത്രേ പറയത്തോളൂ എന്ന് പറയാം. എന്റെ അച്ഛാ, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദേ, എനിക്ക് വെറുതെ നാണക്കെടാനൊന്നും വയ്യ, അറിയാലോ. അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ കല്യാണത്തിനും ഒന്നിനും മുതിരണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം പ്രകാശൻ അമ്പരന്ന് പോവാ. വിക്രം പറഞ്ഞു, ദേ, എനിക്ക് നാണക്കേണ്ടാതൊക്കൊന്നും ഒരു പരിപാടിയും ചെയ്തേക്കല്ല. അച്ഛൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ആരും കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. ആ വിക്രത്തിന്റെ ആജ്ഞ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത് തന്റെ മകൻ തന്നെയാണോ തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ? ഇത്രയും കാലം അച്ഛാന്നും പറഞ്ഞോണ്ട് ദേ ഷർട്ടും തുമ്പി പിടിച്ചോണ്ട് നടന്നവനാ. ഇന്നാണ്ടെ MD കസാര കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ സ്വഭാവം ആകെപ്പാടെ കൂടെ മാറിയിരിക്കുന്നു. പ്രകാശന്റെ അന്താളിപ്പോട് കൂടി നോക്കുവാണ് വിക്രത്തിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.